എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ മസാലപ്പുട്ടാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, പിന്നെ ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ചെമ്മീത്തിൻ്റെ വെള്ളം തന്നെ ഇറങ്ങി ഇത് കറക്റ്റ് വേവായിക്കോളും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറുതീയിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ മസാല നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും പുതിനയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഈ വെള്ളം നന്നായിട്ട് ചൂടായി വരണം. തിളക്കണം എന്നില്ല, നല്ലപോലെ ചൂടായാൽ മതി. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം മതിയാവും. ഈ ഒരു അളവ് കറക്റ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഇതിന് ശേഷം നമുക്ക് ഈ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല തരിയോടുകൂടി കിട്ടും നമുക്ക് പുട്ടുപൊടി. അപ്പോൾ ഒരു തവണ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഇതുപോലെ അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ഒരു തവണയായിട്ട് അടിച്ചെടുത്താൽ മതി. കുറേ സമയം എടുത്തിട്ട് അടിക്കണ്ട, നിർത്തി അടിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ എല്ലാ പൊടിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ മസാല ഇങ്ങനെ നിരത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏറ്റവും അടിയിൽ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ ഒരു പുട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ മസാലപ്പുട്ട് ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഒരു ബാക്കിയും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.